സ്ത്രീകൾ പലതരം ടാഗ് ലൈനിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ടാഗ് ലൈനാണ് കുലസ്ത്രീകൾ. ശാരിക, യഥാർത്ഥത്തിൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് കുലസ്ത്രീ അല്ലെങ്കിൽ കുലസ്ത്രീകൾ എന്ന് പറയുന്നത്? ആരെയാണ് അങ്ങനെ വിളിക്കുന്നത്? ഭർത്താവിന് താഴെ നിൽക്കുന്ന അമ്മായച്ചനും അമ്മായിയമ്മ മാത്രം അനുസരിച്ച് സാരിയൊക്കെ കൊടുത്ത വട്ടപ്പൊട്ട് തൊട്ട സിന്ദൂരം തൊട്ട നീട്ടി സിന്ദൂരമൊക്കെ ഇട്ട് നടക്കുന്ന സ്ത്രീകളെയാണ് സോക്കോൾഡ് കുലസ്ത്രീകൾ എന്ന് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ കുലസ്ത്രീകൾ അല്ലെങ്കിൽ കുലസ്ത്രീ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ എന്റെ പൗർണമി എന്നാൽ അന്തസ്സുള്ള എന്തും തുറന്നു പറയുന്ന അന്തസ്സായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന സ്ത്രീകളെയാണ് യഥാർത്ഥത്തിൽ കുലസ്ത്രീ എന്ന് വിളിക്കേണ്ടത്. പക്ഷെ നമ്മുടെ സമൂഹം ഇട്ടിരിക്കുന്ന ഡെഫിനിഷൻ ആണ് കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ. ചില സിനിമാ നടികളൊക്കെ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലേ, എനിക്ക് ഭർത്താവിന്റെ മുകളിൽ നിൽക്കണ്ട, അതന്നെ ഭർത്താവിന്റെ മുകളിൽ നിൽക്കാൻ ഭർത്താവിന്റെ കപ്പലാണ്. ശരിയാ, എനിക്ക് ഇക്വാലിറ്റി വേണ്ട, എനിക്ക് ഞാൻ എപ്പോഴും അല്ലെ ഒരു താഴെ ഒരു പടി താഴെ നിന്നാ മതി. അല്ല, ഈ ജനറേഷനിലും ഇപ്പം കുറച്ച് നടികളുടെ കാര്യം പറയുന്നു, അല്ലെ പേരുകൾ നമ്മൾ പരാമർശിക്കുന്നില്ല. പക്ഷെ ഇതേ ഇൻഡസ്ട്രിയിൽ തന്നെ നിലനിൽക്കുന്ന പലരും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടും പലപ്പോഴായി സംസാരിച്ചതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത സമീപകാലത്തൊന്നും ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഈ പുരുഷ കമ്മീഷൻ വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരമൊക്കെ വന്നതിന് ശേഷമാണ് ഈ പറയുന്നതിൽ ഒരു നടി പുരുഷന്മാർക്ക് പൂർണ്ണമായ പിന്തുണയും കൊണ്ട് രംഗത്ത് വരികയും പുരുഷന്മാർക്ക് വേണ്ടി മറ്റാരും നിന്നില്ലെങ്കിലും ഞാൻ എന്ന സ്ത്രീ നിൽക്കുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരികയൊക്കെ ചെയ്തത് അല്ലെ. അപ്പൊ അതിനു മുൻപ് മറ്റൊരു നടി ഈ സമീപകാലത്താണ് അവരുടെ വിവാഹം കഴിഞ്ഞത്. അത് സീരിയൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം സിനിമയിലൊക്കെ വന്നു. തൻ്റെതായ ഒരു വ്യക്തിമുദ്ര ആ മേഖലയിൽ അവര് പതിപ്പിച്ചിട്ടുണ്ട്. എന്തു തന്നെ ആയാലും വളരെ മനോഹരമായിട്ട് ആഡംബരമായിട്ട് വളരെ ആഘോഷപൂർവ്വമുള്ള ഒരു വെഡിങ് ഫംഗ്ഷനൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ആളുകൾ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളാണ് ഈ കുലസ്ത്രീ ആവാനാണ് താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ മുകളിലേക്ക് പോകാൻ താല്പര്യമില്ല, എനിക്ക് കുറച്ച് താഴെ നിൽക്കാനാണ്, ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാല് തൊട്ട് വന്നിക്കും, എനിക്ക് വ്യക്തിപരമായിട്ട് അതാണ് ഇഷ്ടം, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാനില്ല, പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് അതാണ് ഇഷ്ടം, എനിക്ക് അങ്ങനെ ചെയ്യുന്നത് സന്തോഷമാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് ഇവർ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ശരിക്കും അങ്ങനെ ആയിക്കോട്ടെ, അവരെന്തിനാ തുറന്നു പറയുന്നത്? അവർക്ക് ഒന്നാമത്തെ കാര്യം അവർക്കത് പബ്ലിക്കിന് മുന്നിൽ വന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇനി അവരങ്ങനെ ആണെങ്കിലും ആയിക്കോട്ടെ, അത് ഓരോ വ്യക്തികളുടെയും താല്പര്യം മാത്രമാണ് ശാരിക, അത് അല്ലേ. പക്ഷേ ഇവരിപ്പോ ഈ പറയുന്ന താങ്കൾ പ്രമുഖ നടി എനിക്ക് മനസ്സിലായി, ഞാൻ ഇന്റർവ്യൂ കണ്ടിരുന്നതാണ്. അപ്പൊ അതിൽ അവർ പറയുമ്പോ അവരുടെ ഒരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, അവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. ആൻഡ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ സിനിമയിലേക്ക് വരുന്നു, സീരിയലിൽ അഭിനയിക്കുന്നവർ അവിടെ ആരുടെയും പെർമിഷൻ അവർ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പെർമിഷൻ എടുത്തിരുന്നെങ്കിൽ അവർ ഇങ്ങനെ വരുമായിരുന്നില്ല. ദെൻ അവർക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ അവർ ധരിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ സമൂഹം അംഗീകരിക്കാത്ത പല റോളുകളും അവർ ചെയ്യുന്നു. അതിനൊന്നും അവർക്ക് പ്രശ്നമില്ല, അതിനുള്ള ഫ്രീഡം ഒക്കെ അവരുണ്ട്. അപ്പൊ എക്സ്ട്രീം ഫ്രീഡത്തിന്റെ ഹൊറൈസണിൽ നിന്നുകൊണ്ടാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. ശരി, അത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണത്. ഇതൊന്നുമില്ലാത്ത, ഈ ഫെയിം ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം ഇല്ലാത്ത, അല്ലെങ്കിൽ വിവാഹത്തോടു കൂടി ഈ ഒരു ജീവിതം അവസാനിപ്പിച്ച് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കീഴിൽ മാത്രം മതി. ഭർത്താവ് സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ നമ്മൾ പറയുമ്പോൾ കുലസ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്യാൻ പാടില്ലല്ലോ, അല്ലേ. ഭർത്താവ് അധ്വാനിച്ച് കൊണ്ടുവരുന്നത് പൂമുഖവാതിക്കൽ ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ മാത്രമായി ഒതുങ്ങി നിൽക്കേണ്ടതാണ്. ഇവർ ഈ പറയുന്ന രീതിയിലുള്ള കുലസ്ത്രീകളാണെങ്കിൽ, അത് ഡബിൾ കോട്ട്സിൽ പറയാണ്, എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, എല്ലാം ഒരേപോലെ മാനേജ് ചെയ്ത് പോകുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റി ഇപ്പോൾ ഇവർ ചെയ്ത പോലെ വാദോരാതെ സംസാരിക്കുന്നതല്ല, സൈലന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചുകൊണ്ട് ഈക്വലായിട്ട് ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ അടക്കം ചെയ്യുന്ന ആൾക്കാരുമുള്ള ഈ സമൂഹത്തിൽ, ഈ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്ത വീണ്ടും ഇട്ടുകൊടുത്തോണ്ടിരിക്കുന്നത്, അല്ലേ. അതെ അതെ, കാരണം ഇപ്പോ ചിലവർ പറയാറുണ്ട് മുടി വെട്ടുന്നത് ഇഷ്ടമല്ല, ഭർത്താവിന് ഇഷ്ടമേ അല്ല മുടി വെട്ടുന്നത്, മൂക്ക് കുത്തുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല, മേക്കാത് കുത്തുന്നത് സെക്കൻഡ് സ്റ്റഡ് കുത്തുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല, ബാക്കിയെല്ലാം പുള്ളി പറയുന്നത് ബാക്കിയെല്ലാം നിനക്ക് ഞാൻ എല്ലാ ഫ്രീഡവും തന്നിട്ടുണ്ടല്ലോ, പക്ഷേ നീ മുടി വെട്ടുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നഖം വെട്ടുന്നത് ഇഷ്ടമല്ല. ഇതൊക്കെ വെട്ടിയാ വളരുന്ന സാധനമല്ലേ. അപ്പൊ ആ പെങ്കൊച്ചിന്റെ ഒരു ഐഡന്റിറ്റിയാണ് അവിടെ വർഷങ്ങളോളം കാല് പിടിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ ഭർത്താവിന് ഇഷ്ടപ്പെടുമ്പോൾ അമ്മായിമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, അമ്മായിമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഈ പറയുന്ന പോലെ അമ്മായച്ചന് ഇഷ്ടപ്പെടത്തില്ല. പോട്ടെ, അമ്മായച്ചനെ അമ്മായിമ്മക്ക് മാറ്റി നിർത്തിയാലും ഈ പറയുന്ന സോക്കോൾഡ് പുരുഷൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അവളുടെ ശരീരം അവൾക്ക് ഇഷ്ടമുള്ള പോലെ മൂക്കുത്തുകയോ സെക്കൻഡ് സ്റ്റഡി ഇടുകയോ അല്ലെങ്കിൽ മുടി ക്രോപ്പ് ചെയ്യുകയോ മുട്ടയടിക്കുകയോ ചെയ്യുന്നതിന് അയാൾക്ക് എന്താണ് പ്രശ്നം? അവിടെ എവിടെയാണ് സ്നേഹത്തിന്റെ നൂലിഴകൾ കെട്ടി
പൂട്ടി ബന്ധനസ്ഥയാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പുരുഷന്റെ ഒരു സ്വാർത്ഥതയാണ്. പക്ഷെ കുലസ്ത്രീകളായ ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് അതൊന്നും വിഷയമല്ലായിരിക്കാം, അവർ ചിലപ്പോൾ അനുസരിക്കാൻ തയ്യാറാക്കാം. പക്ഷേ അപ്പോൾ അവർ പറയുമ്പോൾ അവർ ഈ നമ്മുടെ അകത്തളങ്ങളിൽ ഒരുപാട് സ്ത്രീകൾ, ഏതാണ്ട് 70% എബവ് സ്ത്രീകൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുണ്ട്. ഈ പറയപ്പെടുന്ന കുലസ്ത്രീയായിട്ട് അഭിനയിക്കേണ്ടി വന്നതിന്റെ പേരിൽ അവർ കുലസ്ത്രീയായി മാറുന്നത് കുടുംബബന്ധങ്ങൾ തകരാതിരിക്കാനാണ്, കുലസ്ത്രീയായിട്ട് വേഷം കെട്ടി ആടുന്ന മക്കളെ സംരക്ഷിക്കാനാണ്, കുലസ്ത്രീയായിട്ട് വേഷം കെട്ടിയിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട്, സഹിക്കാൻ വയ്യ ഭർത്താവിനെ, അത്രയ്ക്ക് ടോക്സിക് ആണ്. എന്നിട്ടും അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ബൈ പ്രൊഫഷൻ ആയിട്ട് അഡ്വക്കേറ്റ് ആണ്, എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്, ബൈ പ്രൊഫഷൻ അവർ ലീഡിങ് അഡ്വക്കേറ്റ് ആണ്. അവർ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എനിക്കറിയാം അയാൾ മാറില്ല, സഹിക്കാൻ വയ്യ, പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് ഞാൻ സഹിക്കുവാണ്. എല്ലാവരും ഈ ഒരു ഒറ്റ കാര്യത്തിൽ, അതായത് കുഞ്ഞുങ്ങൾ അമ്മ എന്ന പദത്തിലേക്ക് വരുമ്പോൾ അവര് എല്ലാവരും ബന്ധിക്കപ്പെടുകയാണ്. ഓട്ടോമാറ്റിക്കലി ആരും പറഞ്ഞിട്ടല്ല, ആരും അവിടെ നിൽക്കണമെന്ന് നിർബന്ധിച്ചിട്ടല്ല, പക്ഷെ സ്വയം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. അതാണല്ലോ അമ്മ എന്ന് പറയുന്നത്. അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന അച്ഛന്മാർക്ക് മക്കളെ കാണാതിരിക്കാം. ഇപ്പൊ ഈവൻ ഡിവോഴ്സിന്റെ കേസുകളും കൂടുതൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈവൻ കോടതിക്ക് പോലും അറിയാം അമ്മേഡിക്കലായിരിക്കും കുഞ്ഞ്. ശരിയാണ്, എക്സെപ്ഷണൽ കേസസ് ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങളുടെ. ഈ അമ്മമാരുടെ കേസ്, അമ്മമാർ 100% ഇപ്പോഴത്തെ അമ്മമാർ 100% അടിപൊളിയാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അല്ലെങ്കിൽ 100% ഡെഡിക്കേറ്റഡ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ എങ്കിലും അതിലൊരു 89% അല്ലെങ്കിൽ 90% അമ്മമാരും ഇതിങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കോടതി ഒരു കാലഘട്ടം വരെയും കുട്ടികൾ നിർബന്ധം പിടിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ നിർബന്ധം പിടിച്ചാൽ പോലും ഒരു പ്രായപൂർത്തിയാകുന്നവരെ അമ്മമാരുടെ തണലിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ നിർബന്ധിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം ഇനി ജീവൻ പോയാലും അവർ ആ കുഞ്ഞിനെ പട്ടിണി കിടന്നാലും സംരക്ഷിക്കുമെന്ന് കോടതിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ അച്ഛൻ അങ്ങനല്ല, ഈ സോക്കോൾഡ് പുരുഷന്മാർ അങ്ങനല്ല. സോക്കോൾഡ് പുരുഷന്മാർ അടുത്തതിനെ തേടിപ്പോകും, കുഞ്ഞിനെ അവർ തൽക്കാലം സ്മാർട്ട് വർക്കിന്റെ ഭാഗമായിട്ട് അവർ എവിടെയെങ്കിലും ഏൽപ്പിക്കും. ഇത്ര കുഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്നാൽ മതിയല്ലോ, ദാറ്റ്സ് ഓൾ ഫൈൻ, അവർക്ക് പഠിത്തം കിട്ടുന്നുണ്ട്, വർഷം കിട്ടുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഈ പറയപ്പെടുന്ന സോക്കോൾഡ് കുല പുരുഷന്മാരെന്ന് പറയുന്നത്. സോ ഈ കുലസ്ത്രീ ടാഗ് ലൈൻ എനിക്ക് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കൂടുതലും ആയിട്ടുള്ളതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും അതിനെ ഇത്ര പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഇവിടെ മാത്രമാണ്. കാരണം അത് കാണിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള ആളുകളും അല്ലെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകളെല്ലാം അതിൽ നിന്നൊക്കെ മാറി എല്ലാവരും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലിക്ക് പോവുകയും എല്ലാ കാര്യങ്ങളും ഈക്വലി ചെയ്യണം, ഡിവൈഡ് ചെയ്ത് ചെയ്യണം എന്ന കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന, അത് തുറന്നു പറയുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഇവിടെ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആശയം ഇവരുടെ മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇവിടെ അത് തുടച്ചു നീക്കപ്പെട്ടേക്കാം. ഇവിടെ അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമല്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാജുവലി അല്ലെങ്കിൽ ഡേ ബൈ ഡേ ഇവിടെ അത് ഇൻക്രീസ് ചെയ്ത് വരിക. കുലസ്ത്രീ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഈക്വൽ ആണ് എന്ന് തന്നെയാണ് ഇവിടെ എല്ലാവരും വിചാരിക്കുന്നതും. ഒപ്പം തന്നെ മറ്റത് അല്ലെങ്കിൽ മുൻപ് ഒരു വിവാഹം കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറായിരുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികൾ തയ്യാറായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ കാലത്ത് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പുരുഷൻ ജോലിക്ക് പോകുന്നു, ആ കുട്ടിയും ജോലിക്ക് പോകുന്നു. അപ്പോൾ ഈ കിച്ചൺ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന പൂർണ്ണമായ ബോധ്യമുള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായും വാ തുറന്ന് സംസാരിക്കും. അതിനെ ഒരു നാണക്കേടായിട്ടോ അപമാനമായിട്ടോ ഒന്നും കാണേണ്ട ഒരു ആവശ്യം ഇല്ല. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞ നടിയുടെ കൂടാതെ വേറൊരു നടി, ഇച്ചിരി പ്രായമുള്ള പഴയ നടിയാണ് പുള്ളിക്കാരത്തി, ആ പ്രോഗ്രാം കഥയിൽ ഇത് ജീവിതം എന്ന് പറഞ്ഞ പ്രോഗ്രാം പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരത്തി പറയുന്ന ഒരു ഡയലോഗ് കേട്ട് ഞാൻ സത്യം മൂക്കത്ത് വരില്ല. അവരുടെ അമ്മ പറഞ്ഞു കൊടുത്തിരുന്നത്രേ, അറപ്പ് എന്നൊരു വേർഡ് സ്ത്രീയുടെ ജീവിതത്തിൽ പാടില്ല. കാരണം അറപ്പ് എന്ന് പറഞ്ഞൊരു വികാരം അവർക്ക് ഉണ്ടാവാൻ പാടില്ല അത്ര. എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ വൃദ്ധന്മാരുടെ അല്ലെങ്കിൽ അവിടെയുള്ള പ്രായമുള്ള ആൾക്കാരുടെ എല്ലാം ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും എടുക്കാനും വൃത്തിയാക്കാനും, അഴുകിയ അല്ലെങ്കിൽ ചീത്തയായ തുണികൾ ഇളക്കാനും, അവരുടെ മലവോ മൂത്രമോ എന്ത് തന്നെ ആയാലും വയ്യാതെ കിടന്നാലും ഇതെല്ലാം ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പൊ അറപ്പ് വന്നാൽ ഇതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെറുപ്പത്തിലെ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതെല്ലാം നീയാണ് ചെയ്യേണ്ടത്. അതാണ് സോക്കോൾഡ് കുലസ്ത്രീ. അവിടെ ടാഗ് ലൈൻ ഒരു കിരീടം ഉണ്ട് അവിടെ. ആ കുലസ്ത്രീകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു പോകുന്ന ഒരു വീട്ടിൽ ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നതാണ്, ആ വീട്ടിലെ അമ്മായിയമ്മയോ അമ്മയോ അല്ലെ അമ്മായിയമ്മയെ കൂട്ടിക്കോ, അമ്മമാരെ കൂട്ടുന്ന അമ്മായിയമ്മ കൂട്ടിക്കോ, അമ്മായിയമ്മ തളർന്ന് വീണെന്നിരിക്കട്ടെ, അവരൊന്ന് പാരലൈസ്ഡ് ആയിട്ട് വീണു, അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ വയ്യ, അവർ പെട്ടെന്ന് ഓടിച്ചാടി നടന്നൊരു സ്ത്രീയാണ്. ആ മരുമകളോട് പ്രത്യേകം ഭയങ്കരമായ വെറുപ്പുണ്ട് അവർക്ക്. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീഴുമ്പോൾ മകൾ പെട്ടെന്ന് തന്നെ പൊടിയും തട്ടി അങ്ങ് പോകുന്നു. മകൾക്ക് ജോലിക്കാരി, അവൾ വേറെ ഏതെങ്കിലും നാട്ടിൽ ജോലി ചെയ്യുന്നവളാണ്. മരുമകൾ വേറെ അവൾ അവിടെ ആ എലിക്കൂടിൽ പെട്ടുപോവുകയാണ്. അവൾ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. മാറിയില്ലെങ്കിൽ അതുവരെ സ്നേഹസമ്പന്നനായ ഭർത്താവിന്റെ കുലപുരുഷന് മുഖം അങ്ങ് മാറും. പുള്ളി ഒന്നും പറയത്തൊന്നുമില്ല. പക്ഷെ ചില പുരുഷന്മാരുടെ രീതിയാണ് ഞാൻ പറഞ്ഞത്. ചിലവർ പറയും,
ചിലവർ പറയത്തില്ല അതുവരെ അവൾ കണ്ട മുഖമായിരിക്കത്തില്ല പിന്നീട് അവളുടെ ഭർത്താവിൻ്റെ മുഖം. കാരണം അവൻ്റെ അമ്മ അവിടെ വീണു, അല്ലെങ്കിൽ അവൻ്റെ ഈ പറയുന്ന അമ്മായിയമ്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുകയും അവർക്ക് വായി വെച്ച് കൊടുക്കുകയും അവരെ മൂത്രമൊഴിപ്പിക്കുകയും അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. ശരിയാണ്, അതൊരു സിമ്പത്തി അല്ലെങ്കിൽ അതൊരു ദയ, അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തോളൂ. പക്ഷേ അവിടെ മറന്നു പോകുന്നൊരു സംഭവമുണ്ട്. അവൾ കുലസ്ത്രീയായി ചമയുമ്പോൾ അവളുടെ ജീവിതം തന്നെയാണ് അവിടെ ഡെഡിക്കേറ്റ് ചെയ്ത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ പറയുന്ന ഈ സ്ത്രീകൾക്കെല്ലാം ചെയ്യാൻ പറ്റും അതേപോലുള്ള സ്നേഹവും സഹായവും പരസ്പര ധാരണയും അല്ലെങ്കിൽ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണം അത് ഒരുപോലാണെങ്കിൽ മനസ്സോടെ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിലും ചെയ്യുമായിരിക്കും, പക്ഷെ അത് ഒരിക്കലും ഇഷ്ടത്തോടെയല്ല, നിർബന്ധിതയായതിനു ശേഷം അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 1% പോലും താല്പര്യമില്ലാതെയായിരിക്കും ചെയ്യുന്നത് അല്ലേ? അതെ, ഈ കുലശ്രീ ടാഗ്ലൈൻ വരുന്ന പഴയ അമ്മമാരെ നോക്കിയാൽ മതി. പഴയ ക്രിസ്ത്യൻ കുടുംബത്തിലും ഹിന്ദു കുടുംബത്തിലും മുസ്ലിം കുടുംബത്തിലെ അമ്മമാരൊക്കെ ഈ വലിയ ലോലാക്കൊക്കെ ഇട്ടിരിക്കുന്നു. അവരൊക്കെ 10-11 മക്കളെ പ്രസവിച്ച് അവരുടെ ജീവിതം മുഴുവനും അടുക്കളയിൽ ഉള്ളറകളിൽ തള്ളിവിട്ട സ്ത്രീകൾ. അവരെയൊക്കെ കുലശ്രീ എന്ന് ടാഗ്ലൈൻ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പറയുമ്പോൾ നാട്ടുകാർ പറയുമ്പോൾ എന്താ, മൂത്തുമ്മ അല്ലെങ്കിൽ ഉമ്മുമ്മ അല്ലെങ്കിൽ അമ്മച്ചി ഒരു 10 മക്കളെ വളർത്തിയില്ലയോ? ഇപ്പൊ ഇവരുടെ മക്കളോട് പറയുമ്പോൾ അങ്ങനെ ഒരു 10 മക്കളെ വളർത്തി. അവരെ നീ ഇപ്പൊ 1 പ്രസവിച്ചപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ എന്നാ പറച്ചിലാ പറയുന്നത്? അവർ 10 പ്രസവിച്ചിട്ട് എന്തായിരുന്നു കുഴപ്പം? അവരെല്ലാവരുടെയും കാര്യം, എൻ്റെ കാര്യം നോക്കുമായിരുന്നു, എൻ്റെ അച്ഛൻ്റെ കാര്യം നോക്കുന്നു, അവരുടെ അച്ഛൻ്റെ കാര്യം നോക്കുമായിരുന്നു, പിന്നെ ഈ എത്രയും ആമ്പിള്ളാരുടെ കാര്യങ്ങൾ നോക്കുമായിരുന്നു, പെണ്ണുങ്ങളുടെ കാര്യം, എല്ലാവരെയും കെട്ടിച്ചു വളർത്തി വലുതാക്കി പഠിപ്പിച്ചു. അപ്പോൾ അവരവിടെ സോക്കോട്ട് കുലസ്ത്രീയായി. അതെ അതെ, അല്ല എല്ലാവരുടെയും കയ്യിൽ പറയാനാണ് ഇതുപോലെ ഒരുപാട് കഥകൾ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ, നമ്മൾ അതാണല്ലോ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, ഈ പറയുന്ന ആളുകൾ സോക്കോൾഡ് കുലസ്ത്രീ എന്ന പദം അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്ന് പറയുന്നവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ അല്ലെങ്കിൽ പബ്ലിക്കിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആയി മാറി അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന, അവർ ആഗ്രഹിച്ച പ്രശസ്തി നേടിയ, അവർ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന സമ്പാദിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന, അല്ലെങ്കിൽ പുതിയ ചേഞ്ചുകൾ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിലാണേലും കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, അവരുടെ വിവാഹമൊക്കെ എത്ര ആഘോഷപൂർവ്വം അവരൊരു പുതിയ സ്റ്റൈല് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പം അവർ അങ്ങനെ കുലസ്ത്രീ ആയിരുന്നെങ്കിൽ അവരൊരു സെറ്റ് സാരി ഉടുത്തു ഒരു അമ്പലത്തിൽ പോയി, അവരെന്തുകൊണ്ടാണ് താലി കെട്ടാതിരുന്നത്? അതെ അല്ലേ? അതെ അതെ. അപ്പോൾ ഈ പറയുന്ന കുലസ്ത്രീ ടാഗ്ലൈൻ അടിച്ചിരിക്കുന്ന സെലിബ്രിറ്റി ചേച്ചിമാരോട് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ യഥാർത്ഥ കുലസ്ത്രീ എന്താന്ന് പഠിച്ചിട്ട് വന്നിരുന്ന് സംസാരിക്കണം. അല്ലാതെ എല്ലാ സൗഭാഗ്യങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട് ഈ പറയപ്പെടുന്ന ആർക്കും മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് എന്തും പറയാം. അതിന് ഇച്ചിരി ജാള്യതൊക്കെ ആവാം.